1996 കർഷകോത്തമ ജേതാവും 2000 കർഷക തിലക് അവാർഡ് ജേതാവും മലബാറിലെ പ്രമുഖ കാർഷിക നഴ്സറിയായ മാതാ നഴ്സറി ഉളിക്കലിൻ്റെ ഉടമസ്ഥനും ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട കർഷകരിൽ ഒരാളുമായ ശ്രീ ഷാജി മാത്യു ഉളിക്കലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷാജിയേട്ടാ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്വാഗതം. ഷാജിയേട്ടൻ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? കാർഷിക മേഖലയ്ക്ക് കടന്നു വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 1966 തൊടുപുഴയിൽ നിന്ന് കുടിയേറിയാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. കൃഷിയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള തൊഴിലായിരുന്നത്. പിന്നെ അന്ന് ഞങ്ങൾ 4 പേരുമായിട്ട് അച്ഛൻ കോട്ടപ്പാറ മലയിൽ വന്നപ്പം പിന്നെ അവിടുന്ന് പിന്നെ കൃഷി തന്നെയാണ് ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് 6ാം വയസ്സിൽ പോളിയോ 6ാം വയസ്സിലാണ് എനിക്ക് പോളിയോ ബാധിച്ചത്. അപ്പം പോളിയോ ബാധിച്ച് 1ാം ക്ലാസ്സിൽ നടന്ന 20 ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഉച്ചാട് ഉളിക്കൽ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പനി വന്നത്. പിന്നെ പനി വന്ന് കംപ്ലീറ്റ് കടന്നു കിടപ്പ് 10-15 ദിവസം ചികിത്സയിലായിരുന്നു. എറണാകുളം, ലിസി, കോലഞ്ചേരി അങ്ങനെയൊക്കെ ചികിത്സ കംപ്ലീറ്റ് തളർന്നു പോയതായിരുന്നു. പിന്നെ ചികിത്സിച്ച് അത്യാവശ്യം ഏറ്റെടുക്കാനുള്ള അവസ്ഥയെത്തി. അന്ന് ഞങ്ങൾ താമസിക്കുന്നത് കോട്ടപ്പാറ എന്ന സ്ഥലത്താണ്. അവിടുന്ന് വന്ന് പഠിക്കാനോ ഉള്ള വാഹന സൗകര്യങ്ങളൊന്നും വളരെ കുറവായിരുന്നു. പുഴ കടന്ന് തോണി കടന്നിട്ടൊക്കെ വേണമെന്ന് പറയാം. അങ്ങനെയായി അവിടുന്ന് പിന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അന്നത്തെ സാഹചര്യം വെച്ചിട്ടും പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അത്യാവശ്യം എഴുതാൻ ചേട്ടന്മാരെല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ച് ജോലിയൊക്കെ ആയി. അപ്പം അതിനുശേഷം നിച്ചാട് സ്കൂളിൽ നിന്ന് മാഷന്മാരൊക്കെ വന്ന് അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അമ്മച്ചും അച്ഛനും ചേട്ടന്മാരെല്ലാം പറഞ്ഞു തരും. അങ്ങനെ അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ച് അങ്ങനെ വളർന്ന് അങ്ങനെ ചാച്ചനും അമ്മച്ചിനും കൊടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങി. പിന്നെ എന്ത് പറയാനാ, പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ വന്നതിനെപ്പറ്റി പഠിച്ചിട്ട് കാര്യമില്ല. അതിനെ അതിജീവിക്കുക എന്നുള്ളൊരു മനസ്സാണ് എനിക്ക് അന്നേരം ഇപ്പോഴും ഉള്ളത്. എന്ത് വരുന്നോ അതിനനുസരിച്ച് നമ്മൾ അതിനെ തരണം ചെയ്യുക. അങ്ങനെ കൃഷിയിലേക്ക് ദൈവം സഹായിച്ച് അങ്ങോട്ട് ഇറങ്ങി. ആദ്യമേ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, പിന്നെ തേനീച്ച വളർത്തൽ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവം സഹായിച്ചതിന് കുഴപ്പമില്ലാത്തൊരു മാതാ നഴ്സറി എന്ന നല്ലൊരു സ്ഥാപനം ഞാൻ ഒറ്റയ്ക്ക് നടത്തുകയാണ് ഇപ്പോൾ. കാർഷിക മേഖല ഒരു പരാജയമാണ് എന്ന് പറയുന്ന ആളുകളാണല്ലോ കൂടുതൽ ആളുകളും. അതെ. അവരോട് എന്താ ഷാജിയേട്ടന് പറയാനുള്ളത്? കാർഷിക മേഖല പരാജയം എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല. ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും അതിനോട് നമ്മൾ തരണം ചെയ്യാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ കാർഷിക മേഖല എല്ലാവരും പറയും മോശമാണ് എന്ന് പറയുന്നത് ഇതാണ് അതിനകത്ത് മെയിൻ ബേസിക്. ഒന്നിനും നമ്മൾ ഉറച്ചിരിക്കാൻ തയ്യാറില്ല. ഇന്ന് വെച്ചാൽ നാളെ പൈസ കിട്ടണം, പെട്ടെന്ന് പൈസ ഉണ്ട്. കൃഷിക്കാരായ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് വെച്ചാൽ അങ്ങനെ വലിയൊരു പൈസ ഒന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. അത്യാവശ്യം ജീവിച്ചു പോകാൻ കുഴപ്പമില്ല എന്നുള്ള വൃത്തിക്കും മനക്കും ജീവിക്കുന്നില്ല. വലിയ പൈസക്കാരെ പോലൊന്നും പെട്ടെന്നാകാൻ കഴിയും. എന്നാൽ ആകിയാലൊന്നും പറയാൻ പറ്റും. ചില കാലഘട്ടത്തിൽ ചിലർക്ക് നല്ല വില കിട്ടും. അപ്പം നമ്മുടെ ഉള്ള ആൾക്കാരൊന്നും കൂടുതലായിട്ട് പറഞ്ഞാൽ മിക്സഡ് കൃഷികളല്ല ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കൂട്ടം കൃഷി ചെയ്യും, അതിന് വിലയില്ലെങ്കിൽ അത് വെട്ടിക്കളയും, അത് വിലയുള്ളപ്പോൾ കൊണ്ട് കുഴിച്ചു വെക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബഹുവിള സമ്പ്രദായത്തിലേക്ക് കൃഷിക്കാർ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷം ഇപ്പോൾ തേങ്ങയ്ക്ക് വിലയുണ്ട്, തേങ്ങ പെട്ടെന്ന് ചോദിച്ചുണ്ടാകിയല്ലോ. തേങ്ങയ്ക്ക് വില വരുമ്പോൾ ആൾക്കാർ തെങ്ങ് വേണ്ടി ചോദിച്ചു വെക്കും. വാനിലേക്ക് വില ഉണ്ടായിരുന്ന കാലത്തരത്തില്ലേ വാനില ആൾക്കാർ കുഴിച്ചു വെച്ചു. ഇപ്പോൾ വാനില മരുന്ന് എടുക്കാൻ പോലും കണ്ടു നോക്കിയാൽ അപൂർവം ചില ആൾക്കാരെടുത്ത് മാത്രമേ ഇന്ന് വാനില ഉള്ളൂ. ഇപ്പോൾ വില വരുമ്പോൾ ഇപ്പോൾ വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൽ മാറ്റം വരണം. പുതിയ തലമുറയൊന്നും കൃഷിയിലേക്ക് വരുന്നില്ലല്ലോ. അതിനോട് ഷാജിയേട്ടൻ എന്താ അഭിപ്രായം? പുതിയ തലമുറ എന്താണ് വരാത്തത്? ഞാൻ എപ്പോഴും അതിനെപ്പോൾ ചിന്തിക്കാറുണ്ട്. കൃഷി മോശമാണെന്നുള്ള ഒറ്റ മൈൻഡാണ്. നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വരുമാനമില്ല, എന്താ പറയുക, നാട്ടിൽ മാന്യതക്കുറവെന്നൊക്കെ വെറും തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കൃഷി ഒരു മോശമായ സംഭവമല്ല. പക്ഷേ ഒരുപാട് കഷ്ടപ്പാടും വിഷമങ്ങളുണ്ട്. നല്ല സ്ട്രെയിൻ ചെയ്യണം. ചില സമയങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ അതിജീവിച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കൃഷി മോശമായിട്ടൊന്നുമില്ല. ഞാൻ അന്ന് 6ാം വയസ്സുള്ള സമയത്ത് പോളിയോ വന്നു. ചാച്ചനും ഒരുപാട് ബഡ് ചെയ്യാൻ സാധനങ്ങൾ കൊണ്ടുതരുന്നത്. കരിമ്പത്തൊക്കെ നടന്നു പോയിട്ടാണ് ഞങ്ങൾ മാവലം കൊണ്ടുതരുന്നത്. അപ്പം അങ്ങനെയായി എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കണ്ടുപിടിച്ച കാര്യം വെച്ചാൽ വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അന്ന് ചകിരിക്കകത്തൊക്കെയാണ് നമ്മൾ തല്ലി ചാച്ചാണ് ബഡ് ചെയ്യുന്നത്.
ചകിരിക്കകത്ത് തൈ പറിച്ച് വെച്ച് ബഡ് ചെയ്യുന്നു. ഇന്ന് ന്യൂനത ടെക്നോളജി മാറ്റങ്ങൾക്ക് വളരെ എളുപ്പത്തിലേക്കുള്ള സിസ്റ്റത്തിലേക്ക് മാറി. പക്ഷേ എങ്കിലും അന്ന് അങ്ങനെ ചെയ്തു. ആ പ്രസ്ഥാനം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വളരാൻ സാധിച്ചത്. എന്താണ് ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കും. അപ്പം ഇപ്പോൾ ഈ വർഷം വിലക്കുറവാണെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയില്ല. അപ്പം അടുത്ത വർഷം വില കിട്ടും. അങ്ങനെ ഒരു വേരിയേഷൻ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ വേണം. പിന്നെ നമ്മൾ ചെയ്യാനൊരു ഊർജ്ജസ്വലത, ഒരു മനസ്സൊക്കെ വേണം. പല പ്രമുഖ കൃഷിക്കാരും പറയുന്നതാണ്, ഞാനൊരു കൃഷിക്കാരനായി മാറിയതിൽ അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അവരുടെ മക്കളെ കൃഷിയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് മാറ്റിവിടുന്നില്ല. ഷാജി ചേട്ടൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ മോനെ എൻ്റെ കൂടെ തന്നെ കൃഷിയിലേക്ക് നിർത്തി ഈ മറ്റുള്ളവരൊക്കെ ഒരു മാതൃകയാക്കുക. ഞാൻ തന്നെ ഒരു മാതൃകയാണ്. വയ്യാതെ എല്ലാവരും എന്നോട് പറയും ഈ വയ്യാത്തൊരവസ്ഥയിൽ ഇത്രയും കൃഷി ചെയ്യുമ്പോൾ ഷാജി തന്നെയാണോ? ഞാൻ പറഞ്ഞു ഒരു 4-5 വർഷം മുമ്പ് വരെ എൻ്റെ കൈ എല്ലായിടത്തും നല്ല രീതിയിൽ എത്തുമായിരുന്നു, ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നടക്കാൻ വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വയ്യ വരുമ്പോൾ ഞാൻ ഇലക്ട്രിക് വെച്ച് എനിക്ക് ഏത് അവസ്ഥയാവുന്നോ ആ അവസ്ഥയെ ഞാൻ മരണം വരെ ഞാൻ കൃഷിയോട് തരണം ചെയ്ത് പോരുന്നു. പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷി രീതിയൊക്കെ ഷാജി ചേട്ടൻ അനുകൂലിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത് നമ്മൾ പഠിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പണ്ട് ഞങ്ങൾ ഇത് കാലം പോലെ ചെയ്താലും ഇന്നത്തെ കാലം വിജയിക്കാൻ കഴിയുകയില്ല. 100% ഉറപ്പാണത്. അത് പറ്റത്തില്ല. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് നമ്മൾ മുഴുവൻ ആൾക്കാർ ജോലിക്കാരെ ആശ്രയിച്ചുകൊണ്ട് മാത്രം 100% മുന്നോട്ട് പോകാൻ നടക്കത്തില്ല. നമ്മൾ വലിയ മുതലാളിയാണെന്ന് പണി നടക്കത്തില്ല. നമ്മൾ 99% നമ്മളതിനകത്ത് ആക്റ്റീവായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങളും അതിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു പണിക്കാരനെ പറഞ്ഞ് ഏൽപ്പിച്ചു, അവൻ എന്താണ് ചെയ്യുന്നത്, അവൻ എന്ത് ചെയ്താലും അവന് വൈകുന്നേരം കൂലി കിട്ടും. അതിനകത്ത് വരുന്ന വ്യത്യാസം അവൻ മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളാദ്യം പണി പഠിച്ചാൽ നമുക്കറിയാം ഇതിനകത്ത് ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നഷ്ടം വരും, കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയും നമ്മൾ അതിന് ആ വഴിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ നാണ്യ വിളകൾ ഉപേക്ഷിച്ച് ഭക്ഷ്യവിളകൾ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന ഒരു ടെൻഡൻസിയും കാണുന്നുണ്ട്. അത് നല്ലതായിരിക്കുമോ? തീർച്ചയായിട്ടും മനുഷ്യനെ ഭക്ഷിക്കണ്ടേ. ഇന്നത്തെ കാലത്ത് ഭക്ഷിക്കാൻ ലോകം മുഴുവൻ കൊണ്ട് റബ്ബർ വേണ്ട. റബ്ബർ പാൽ കുടിക്കാൻ പറ്റുമോ? ലോകം മുഴുവൻ എവിടെ നോക്കിയാൽ റബ്ബർ, തെങ്ങില്ല, കുരുമുളകില്ല. ജാതിയൊക്കെ ഇപ്പം അങ്ങോട്ടൊക്കെ പോകണം, ഇങ്ങോട്ടൊക്കെ കുറച്ചിട്ടുള്ളൂ. ഭക്ഷ്യധാന്യങ്ങൾക്ക് എന്തായാലും ഇനി വില വരുന്നുള്ള 100% ഉറപ്പായ കാര്യമല്ലേ. അപ്പോൾ ഒരു കൃഷിക്കാരന് ഒരു അഭിമാനമുള്ളവരായിട്ട് വരും കാലഘട്ടത്തിൽ മാറുമെന്നാണ് ഷാജി ചേട്ടൻ പറയുന്നത്? 100% ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പോയി ചെറുപ്പക്കാർ പിള്ളേരാൻ പോയി ബംഗാളികളും ആസാമികളൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോലുള്ള നിസ്സഹായരായ നമ്മുടെ കാരണന്മാരൊക്കെ നോക്കിയിരിക്കേണ്ട അവസ്ഥ വലിയ വിദൂരമെല്ലാം വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ തന്നെ പഞ്ചായത്ത് എത്ര ആളുള്ളത്. ഇപ്പം ഞങ്ങളുടെ മണിപ്പാറ ഇടവയിൽ ഈ എൻ്റെ മോനെപ്പോലുള്ള പ്രായമുള്ളത് ആരുമില്ല. എല്ലാം കാനഡ, USA, അമേരിക്ക, ലണ്ടൻ, ലഡാക്ക് എല്ലാം പോയേക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിച്ച് കൃഷിക്കാർക്ക് വിതരണം ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കശുമാവ്, തെങ്ങ്, കമുക്, ജാതി, ഗ്രാമ്പു, ഏലപ്പം ഇല്ല, കുറച്ചായിട്ടില്ല, അങ്ങനത്തെ എല്ലാ കൂട്ടം ഒരു കർഷകർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, സ്പൈസസ് ഇനങ്ങൾ, സുഗന്ധവ്യഞ്ജനം എല്ലാ കൂട്ടം കൊടുക്കും ഞങ്ങൾ. അത് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, ചില്ലറയായിട്ടും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു മാവ് മേടിക്കണമെങ്കിൽ മാവ്, റംബൂട്ടാൻ, ഫിലോസാൻ, അബിയു, അത്യാവശ്യപ്പെട്ട എല്ലാവിധ ഫ്രൂട്ടുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ മറ്റൊരു കാര്യം പറഞ്ഞത്, എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ ഒരാൾക്കൊരു അബിയു വേണം, മറ്റൊരാൾക്ക് റംബൂട്ടാനായിരിക്കും, ചിലർക്കൊരു ജാതിയായിരിക്കും, ചിലർക്കൊരു കരിവേപ്പിലായിരിക്കും. നമ്മളൊരു കരിവേപ്പില ഒരു നിസ്സാരാന്ന് വിചാരിക്കാൻ പറ്റും, കറിവേപ്പിലയായിരിക്കും. അങ്ങനെ പല കൂട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അനുവാദമായി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പോൾ ചെടികൾ, ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു, അപ്പോൾ ചെടികളിലേക്ക് മാറും. ഞാൻ ഏത് കാലാവസ്ഥയ്ക്ക് ഏത് ആണ് മുൻതൂക്കം കൊടുക്കുക അതിലേക്ക് മാറും. ഇപ്പോൾ കുരുമുളക് സമയമായാലും അതിലേക്ക് കംപ്ലീറ്റ് മാറും. കശുമാവായി കഴിഞ്ഞാൽ അതിലേക്ക്. ഇപ്പോൾ കൃഷിക്കാരൻ ഒരു ബിസിനസ്സുകാരനും കൂടി ആകണമെന്ന് തന്നെയാണ് ഷാജി ചേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്കിത് ഇത്രയും പേരെ ചിലവിന് കൊടുക്കണമെങ്കിൽ ഇതിനെ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിലും ഇതിൻ്റെ ബാക്കി പരിപാലിക്കണം. ഇപ്പോൾ കറണ്ട് പോലും നമുക്ക് കൃഷിക്കാർക്ക് തരുന്നില്ലല്ലോ, ഫ്രീ തരുന്നില്ലല്ലോ. സർക്കാർ നിയമങ്ങളൊക്കെ മാറ്റിയില്ലേ. കറണ്ട് കൊടുക്കുക തെങ്ങിനും കവുനും മാത്രമാണ് വെള്ളം അടിക്കാനുള്ളൂ. ചെടി നനച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ വ്യവസായത്തിലായിപ്പോയി. അതാണ് എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ സർക്കാരിൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് നല്ലവരായ കൃഷിക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള പെട്ടുപോയ പട്ടിണി പാവങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, അതിൽ നിന്ന് പിടിച്ചു കയറാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നു. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരാൾ പഴിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നമ്മൾ തരണം ചെയ്യുക. ഒരു അതിജീവനത്തിൻ്റെ പാത തന്നെ കൃഷിക്കാരൻ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ മരണത്തിലേക്ക് പലരും കാണുന്ന മരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. ഈ കടമൊക്കെ എടുത്ത് നമ്മളെല്ലാം ചെയ്യുന്ന അതിയായ ഈ കാണുന്ന സംരംഭത്തിനൊക്കെ നല്ല വൻ ലോൺ എടുത്തിട്ട് ചെയ്യുന്നത്. അതിന് ഇൻട്രസ്റ്റ് പോലും ഇപ്പോൾ കുറവ് വരുന്നില്ല. ഇതൊക്കെ ആരോട് പറയാൻ ഒരേ സംഘടന മത്രത്തോളം എന്നുള്ളതല്ലാതെ വേറെ ഒരു പറയുമ്പം ഒരു നയം പറയും, ഒരുപാട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, കൃഷിക്കാർക്ക് അപ്പടി ഇപ്പടി ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇത് നഴ്സറിയോട് കൊടുത്ത് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഇത്രയും പണിക്കാരെ നിലനിർത്തുന്നതിൻ്റെ ഉദ്ദേശം കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ കോൺട്രാക്ട് എടുക്കും. ഗാർഡൻ വർക്ക് കോൺട്രാക്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂന്തോട്ടം മാത്രമല്ല ചെടികൾ വെച്ച് കൊടുക്കുക,
അത് കണ്ണൂർ ജില്ലയിലാണോ? കണ്ണൂർ ജില്ല മാത്രം അതിൻ്റെ അപ്പുറം പോക്കില്ല. വെച്ചാൽ അത് കൂടെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം വരുന്നതിൻ്റെ ഒരു ചിലവിൻ്റെ അധികം വരും. അതുകൊണ്ട് നമ്മുടെ പിന്നെ എൻ്റെ പരിമിതിപ്പെട്ട കാര്യങ്ങളെ എടുക്കത്തുള്ളൂ. എടുത്താൽ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക, ബാക്കി സർവീസ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ഒരു തൊഴിൽ ചെയ്തിട്ട് നമ്മൾ പോരുമ്പോൾ അവർക്ക് ഒന്നും അതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അവർക്ക് എന്താണ് അവർ എന്നോട് പറയും, ഇന്ന പ്ലാന്റുകൾ വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം എന്നൊക്കെ അഭിപ്രായം പറയും. പക്ഷേ ഞാനപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇതാണ്, നിങ്ങളുടെ നോട്ടം എങ്ങനെയാണ്, നിങ്ങൾക്ക് ആരാണ് പരിചരിക്കുക എന്നൊക്കെ ഏറ്റവും ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറ്റുക. ഓക്കെ, നിങ്ങൾ വെച്ചോളാം, ഞാൻ വെച്ചു കൊടുക്കും. ഞാൻ ആദ്യമേ താൽക്കാലികമായിട്ട് കിട്ടുന്ന പണമല്ല അല്ല, തീർച്ചയായിട്ടും ഒരിക്കലും അധികം നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രസ്ഥാനം പൊതുവേ നാശത്തിലേക്ക് വരും. അവർക്ക് നമ്മളൊന്നും അറിയില്ലാതെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും വെച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ചിലരോട് ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സൈറ്റ് വന്ന് കാണാം, സൈറ്റ് വന്നാണ് ഞങ്ങൾക്ക് സർവീസ് വൈസിന് വണ്ടിക്കൂലി കാശ് തരണം. ഇത് കണ്ണൂരൊക്കെ വെറുതെ വണ്ടി അടിച്ചു പറ്റില്ല. ഏറ്റവും വെച്ചിട്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥകൾ, ഇതൊക്കെ സ്ഥിതികളൊക്കെ. അപ്പം അവർ പറയും ഇന്ന നടക്കാമെന്ന് റെഡിയായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ഓർച്ചീങ്കിൽ കൂടിയ പ്രദേശങ്ങളുണ്ടാവും, വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ ഓരോ ചെടികൾക്കും ഇപ്പം നമ്മുടെ കേരളത്തിൽ മാവിന് പറ്റുന്ന കാലാവസ്ഥ വേറെ, മാംഗോസിന് പറ്റുന്ന കാലാവസ്ഥ വേറെ, റായൻ ഫുഡിന് പറ്റുന്ന കാലാവസ്ഥ വേറെ, വാനിലേക്ക് പറ്റുന്ന കാലാവസ്ഥ. വാനിൽ വേണ്ട നട്ടപ്പൊരു വെയിലത്തോണ്ടിട്ട് കഴിഞ്ഞാൽ വാനിൽ ശരിയാവുമോ? പൊള്ളിപ്പോൾ അതിന് ചെറിയ ഷെയ്ഡ് വേണ്ടേ? അതൊരു മാംഗോസിന് ഷെയ്ഡ് വേണം. എന്നാൽ പിന്നെ അതുപോലെ തന്നെ ഈ മാംഗോസിന് റംബൂട്ടാനെ കൊണ്ട് തണുത്തിട്ടിഞ്ഞാലോ അത് കായ്ക്കത്തുമില്ല, ഫലം ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായും പറയും ഞങ്ങളിത് ചെയ്യുന്ന കാര്യങ്ങൾ. അത് കൃത്യമായ കാര്യം, കൃത്യമായ അളവിൽ, ആ കൃത്യമായ പറഞ്ഞ സാധനങ്ങൾ കൃത്യമായി 3 മാസം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. അതിനുള്ള പൈസ നമ്മൾ പറയും. നമുക്ക് ഇത്രയും ഞാൻ എന്നിട്ട് അവരുടെ തമാശ കാര്യം തന്നെ പറയും, ഞാൻ പണിയെടുക്കാൻ ന്യായമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ചെയ്തു തരും. അത് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാനിപ്പോൾ കണ്ണൂർ ഒരുപാട് വർക്കുണ്ട്. ഞാനിപ്പോൾ ശ്രീറോഷൻ്റെ വില്ല ഫ്ലാറ്റ് അങ്ങനെ ഒരുപാട് വർക്ക് ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ പരസ്യം ചോദിച്ചു പോക്കില്ല, വർക്ക് ചോദിച്ചു പോക്കില്ല. വർക്ക് ദൈവം സഹായിച്ചിട്ട് എന്നെ പണ്ടുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ ഇങ്ങോട്ട് തേടിയെത്തും. ഞാൻ അവരോട് അത് ചെയ്തു. എൻ്റെ മൈൻഡ് ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്നെ തേടിയെത്തുന്നത്. എനിക്ക് ഉറപ്പുണ്ട്. വെച്ചാൽ ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും, കൊടുക്കുന്ന സാധനത്തിന് ഗുണനിലവാരം ഉണ്ടാവും, ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കും. കാർഷിക മേഖലയിൽ സജീവമായി കൃഷിക്കാർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ഷാജി മാത്യു ഉളിക്കലാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി ഷാജി ചേട്ടാ. നമസ്കാരം. അടുത്തയാഴ്ച കാർഷിക മേഖലയിൽ സജീവമായി നിലനിൽക്കുന്ന മറ്റൊരു വ്യക്തിയോടൊപ്പം നമുക്ക് കാണാം.